ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിഡിലൻ സാധനത്തിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഇഡലിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡലി കൊണ്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു കുറച്ച് ഇഡലി ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, ക്യാപ്സിക്കം, ഒരു സവാള, ഒരു 3 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, കുറച്ച് മുളക് ചുമന്ന മുളക് ചതച്ചത്. ഇത്രയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെ നമുക്കിത് റെഡിയാക്കാമെന്ന് നോക്കാം. നമുക്കതിനായിട്ട് ആദ്യം തന്നെ ഈ ഇഡലിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നിങ്ങൾ പലരും ചെയ്യുന്ന റെസിപ്പി തന്നെയായിരിക്കും, പക്ഷേ നമുക്ക് ഇതൊരു ചൈനീസ് സ്റ്റൈലിൽ ആവുമ്പോൾ അത് നമുക്ക് കൂടുതൽ കഴിക്കാനൊക്കെ ഒരു താല്പര്യം തോന്നും. ഇപ്പോൾ സോസൊക്കെ ഇട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല താല്പര്യമായിരിക്കും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചി, ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ നല്ലതുപോലെ ഇടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, ഞാനൊരു അളവങ്ങ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു കണക്കനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കിടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പയ്യൊന്ന് വാട്ടിയെടുക്കുക. അതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള, അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഒരു വലുതായാലും കുഴപ്പമില്ല. ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇഡലിയുടെ അളവിനനുസരിച്ച് വേണം ഓരോരുത്തരും അതിൻ്റെ എടുക്കാനായിട്ട്, ഓരോ അളവ് എടുക്കാനായിട്ട്. ഞാനൊരു 10 ഇഡലിയോളം എടുത്തിട്ടുണ്ടെന്ന്. നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ച്യൂയി ആയിട്ട്, നല്ല സോസൊക്കെ അതിനകത്തേക്ക് പിടിച്ച് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. എല്ലാവർക്കും അത് നല്ലതുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ ഇഡലി ആണെങ്കിൽ നമ്മൾ വീണ്ടും ഇഡലി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ആ ഇഡലി തന്നെ ചിലപ്പോൾ അതിൻ്റെ സൈഡൊക്കെ പയ്യെ ഒന്ന് ഹാർഡായി തുടങ്ങും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വൈകുന്നേരം വേറൊരു സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. സവോള പയ്യെ ഒന്ന് വാടിയിട്ടുണ്ട്. രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്കിത് കഴിക്കാൻ ഇഡലി ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിതുപോലെ ചെയ്തെടുത്താലും ഒരു വെറൈറ്റി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒരു രസം തന്നെയാണത്. സവാളയും ക്യാപ്സിക്കും ഒക്കെ നല്ലപോലെ ഒന്ന് വാടി വരണം. നമുക്ക് ആ കടിച്ച് കിടക്കുന്ന അതിൽ നിന്ന് ഒന്ന് മാറി പയ്യൊന്ന് വെന്ത് വരണം. നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇഡലിയിൽ നമുക്ക് അറിയാലോ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പം നമ്മുടെ കുറച്ച് ഗ്രേവിക്കുള്ള ഇപ്പോൾ ഇട്ട സവാളയ്ക്കും ക്യാപ്സിക്കത്തിനൊക്കെ വേണ്ടിയുള്ള മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ഒരു ചെറുതായിട്ടൊരു സ്പൈസി ആയിട്ടും ഇരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ ചട്നി ഇല്ലെങ്കിൽ നമുക്കിത് വെറുതെ കഴിക്കാം. ചട്നി സാമ്പാറോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വെറുതെ ഇത് കഴിക്കാം. നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഒന്ന് തിളച്ചിട്ട് നമ്മുടെ ഉള്ളിയിലേക്കും ക്യാപ്സിക്കത്തിലേക്കും ഒക്കെ ഒന്ന് പിടിച്ച് ഇരിക്കത്തക്ക രീതിയിൽ വരുമ്പോൾ അടുത്ത സോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റെഡ് ചില്ലി സോസാണ് നമ്മൾ അടുത്ത് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് ഇതങ്ങ് ഒന്നങ്ങ് വറ്റി വരണം, ഒന്നങ്ങ് വെന്ത് വരണം. ആ ഒരു പരുവം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം.
ഒരു 4 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. സോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പൈസി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഷെസ്വാൻ സോസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അത് ഇച്ചിരി കൂടെ നല്ല സ്പൈസി ആയിട്ടുള്ളതാണല്ലോ. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. നമുക്ക് ഇഡലി ഉണ്ടാക്കി ഇനി അത് കഴിഞ്ഞിട്ട് ഇതും കൂടെ ചെയ്യണമല്ലോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നമ്മൾ ഈ ചട്നി സാമ്പാറൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതിനേക്കാളും വേഗമായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കഴിക്കാനും താല്പര്യം ഉണ്ടാകും. നമ്മൾ വേറെ ഇഡലിയിൽ നിന്നും വേറൊരു ടേസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്കത് കഴിക്കാനും ഒരു പ്രത്യേക ഇഷ്ടം തോന്നും. നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഇഡലി ഇട്ട് കൊടുക്കാം. നമ്മളത് കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഡലിയാന്നുള്ള ഫീലേ ഉണ്ടാവില്ല. ഇത് ഇഡലിയാണ് കഴിക്കുന്നത് തന്നെ നമുക്ക് തോന്നൂല. ഏതെങ്കിലും ഒരു ചൈനീസ് ഡിഷിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇത് റെഡിയായി കഴിഞ്ഞു. നമ്മുടെ സ്നാക്സ് റെഡി ആയി കഴിഞ്ഞു. ഇനി നല്ലപോലെ എല്ലായിടത്തും ആവത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ട ഇഡലിയിലേക്ക് എല്ലാം നമ്മുടെ സോസ് എല്ലാം ആ ഇഡലിയിലേക്ക് അങ്ങ് പിടിച്ച് കിട്ടി. അപ്പോൾ ഈ ഇഡലി നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.